സഖ്യത്തെ നിലനിർത്താനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബോധപൂർവം കുറഞ്ഞ സീറ്റുകളിൽ മത്സരിക്കാൻ തീരുമാനിച്ചതെന്നും ഒന്നിച്ചു ചേർന്ന് ബിജെപിയെ പരാജയപ്പെടുത്തുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. സഖ്യകക്ഷികളെ ഒരുമിച്ച് നിർത്താനാണ് ഈ വിട്ടുവീഴ്ച ചെയ്തതെന്നും ഖാർഗെ PTIയോട് പറഞ്ഞു. പ്രിയങ്ക ഗാന്ധിയെ പാർട്ടിയുടെ സ്വത്ത് എന്ന് വിശേഷിപ്പിച്ച ഖാർഗെ പ്രിയങ്ക കോൺഗ്രസിന്റെ താരപ്രചാരകയാണെന്നും കൂട്ടിച്ചേർത്തു. വയനാട്ടിലും റായ്ബറേലിയിലും വിജയിച്ചാൽ ഏത് സീറ്റിൽ നിന്നാണ് രാഹുൽ ഗാന്ധി വിട്ടുനിൽക്കേണ്ടി വരുന്നതെന്ന ചോദ്യത്തിന് അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടതെന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷന്റെ മറുപടി. സമാന ചിന്താഗതിക്കാരായ മറ്റു പാർട്ടികളുമായി കൂടിയാലോചന നടത്തിയ ശേഷം എല്ലാ സംസ്ഥാനങ്ങളിലും സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് ഒരു കമ്മിറ്റി രൂപീകരിച്ചതായും അദ്ദേഹം അറിയിച്ചു. പാർട്ടി ഹൈക്കമാൻഡ് ഈ തന്ത്രം അംഗീകരിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്, ഖാർഗെ പറഞ്ഞു. ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾക്ക് 200-ലധികം സീറ്റുകൾ വിട്ടുകൊടുത്തുകൊണ്ട് കോൺഗ്രസ് 328 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. കേരളം, ബംഗാൾ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പല സഖ്യകക്ഷികളും പരസ്പരം പോരടിക്കുന്നതിനെ കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ പോരാടുന്നതിൽ അനൈക്യമില്ല. ചില സംസ്ഥാനങ്ങളിൽ 2 പാർട്ടികളും പ്രധാനമായതിനാൽ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ പോരാടുകയാണ്. അല്ലാത്ത പക്ഷം അത് BJPക്ക് ഗുണം ചെയ്യും. എല്ലാ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ സഖ്യമുണ്ടെന്നും എന്നാൽ ഞങ്ങൾ എല്ലാവരും BJPയുടെയും മോദിജിയുടെയും ആശയങ്ങൾക്ക് എതിരെയാണ് പോരാടുന്നതെന്നും പാർട്ടികൾ രാജ്യതാൽപര്യമുള്ള നല്ല ചിന്താഗതിയുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും ഖാർഗെ വിശദീകരിച്ചു. എനിക്ക് കർണാടകയിൽ കൃത്യമായ വിലയിരുത്തൽ നടത്താൻ കഴിയും. കാരണം എനിക്ക് സംസ്ഥാനത്തെ നന്നായി അറിയാം. എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. വ്യത്യസ്ത പ്രതികരണങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നു. ഞങ്ങൾ BJP അധികാരത്തിൽ വരുന്നത് തടയും, ഖാർഗെ പറഞ്ഞു. എന്നാൽ EDയുടെയും CBIയുടെയും ആവശ്യമില്ലെന്നും അവ നിരോധിക്കണമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞതിനെ കുറിച്ച് ഖാർഗെ കൃത്യമായ മറുപടി നൽകിയില്ല. ഞങ്ങളുടെ സർക്കാർ വന്നാൽ ഞങ്ങൾ എല്ലാ നിയമങ്ങളും പുനർപരിശോധിക്കും. ആളുകളെ ഉപദ്രവിക്കാൻ എന്ത് ചെയ്താലും ഞങ്ങൾ അതിനെ എതിർക്കും. അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന രീതി BJP ചെയ്തതുപോലെ ആരും സ്വീകരിച്ചിട്ടില്ല. ശരിയായ അന്വേഷണങ്ങൾ ഉണ്ടാകണമെന്നും ഖാർഗെ പറഞ്ഞു. BJP തന്നെ തെളിവുകളും കേസുകളും സൃഷ്ടിച്ച് ആളുകളെ ജയിലിൽ അടക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. നമുക്ക് വേണ്ടി പോരാടുന്നത് പൊതുസമൂഹമാണ്, അത് ഞങ്ങൾ മാത്രമല്ല. ഞങ്ങൾ പിന്തുടരുന്ന പ്രത്യയശാസ്ത്രത്തെ ആളുകൾ പിന്തുണയ്ക്കുകയും നമുക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്നുവെന്നും BJP പിന്നിലാകുമെന്നും ഞങ്ങൾ മുന്നോട്ടു പോകുമെന്നും വ്യക്തമാണ്. അതേസമയം നിലവിൽ രാജ്യത്ത് BJPക്ക് വ്യാപകമായ രോഷമോ വെല്ലുവിളിയോ ഇല്ലെന്ന വാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോർ. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് നേടുമെന്നും മോദി 3ാം തവണയും അധികാരത്തിൽ എത്തുമെന്നും NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ കിഷോർ വ്യക്തമാക്കി.